ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ വെളുത്തുള്ളിയും 2-3 ചുവന്നുള്ളിയും ഒരു സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുള്ള സവാളയും ഉള്ളിയും എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് മൈക്രോവേവിൽ വെച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് മൈക്രോവേവിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മൈക്രോവേവിൽ ഉള്ളിലേക്ക് ഞാനിത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് ഇത് ഓണാക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ 4 മിനിറ്റ് വെച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് തുറന്ന് ഒന്ന് ഇളക്കി അതിൽ ലേശം ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് വിട്ടുപോയതാണ്. ഇപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഞാനിത് 1 മിനിറ്റും 20 സെക്കൻഡും ഉള്ളപ്പോൾ ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് തുറന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി മിക്സിയിൽ അരച്ചിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സവാളയെല്ലാം നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് തക്കാളിയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് വീണ്ടും മൈക്രോവേവിൽ വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ ഓൺ ആക്കാം. അപ്പോൾ ഇതിലിനി ബാക്കി 1 മിനിറ്റും 21 സെക്കൻഡും കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ 4 മിനിറ്റാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 4 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇനി ഇത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ലേശം ഉപ്പ് തൂളിയിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വീണ്ടും മൈക്രോവേവിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ടൈം ഒരു 3 മിനിറ്റും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ 3 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മുട്ടയെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൈക്രോവേവിൽ നമുക്ക് കറികൾ ചൂടാക്കാൻ മാത്രമല്ല ഇതേപോലെ കറി തയ്യാറാക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഗ്യാസൊന്നും ഇല്ലാത്ത സമയത്ത് ഇതേപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.